ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള 25 ഡേ സ്റ്റഡി പ്ലാന്റെ 5th ഡേ ആണെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട്സ് ഹിസ്റ്ററി ആൻഡ് പോളിറ്റി ആണ്. ഹിസ്റ്ററിയുടെയും പോളിറ്റിയുടെയും മൂന്നാമത്തെ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 2 സെഷൻസിലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിലും കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Who was the first ruler of the Gupta dynasty to adopt the grand title of Maharajadiraja? ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഏത് റൂളറാണ്, ഏത് രാജാവാണ് മഹാരാജാതിരാജ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ഓപ്ഷൻ ബി കുമാരഗുപ്ത, ഓപ്ഷൻ സി വിഷ്ണുഗുപ്ത ആൻഡ് ഓപ്ഷൻ ഡി സ്കന്ദഗുപ്ത. ഇവരിൽ ആരാണ്, ഗുപ്ത ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരിൽ ഇവരിൽ ആരാണ് മഹാരാജാതിരാജ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് എന്ത് ചെയ്തത്, മഹാരാജാതിരാജ, അതായത് രാജാക്കന്മാരുടെ രാജാവ്, കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള മഹാരാജാതിരാജ ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. ആൻഡ് ചന്ദ്രഗുപ്ത ഫസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. ഗുപ്ത എംപയറിന്റെ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ റിയൽ ഫൗണ്ടർ, യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. കാരണം ചന്ദ്രഗുപ്തയുടെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഗുപ്ത എംപയർ പടർന്ന് പന്തലിക്കുന്നതും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഗുപ്ത എംപയറിന്റെ റിയൽ ഫൗണ്ടർ എന്ന് എന്ത് ചെയ്യുന്നത്, ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുപ്ത ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീഗുപ്തയാണ്. ആക്ച്വലി ഗുപ്ത ഡൈനാസ്റ്റിയുടെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഗുപ്ത ഡൈനാസ്റ്റി ഫൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീഗുപ്തയാണ്. പക്ഷെ ശ്രീഗുപ്ത സ്ഥാപിച്ച ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റി അതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റിന്റെ ടൈം പീരീഡിലാണ്. അതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഗുപ്ത എംപയറിന്റെ യഥാർത്ഥ സ്ഥാപകൻ ഓർ റിയൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഈ ഗുപ്ത എംപയറിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാടലിപുത്ര. പാടലിപുത്രയായിരുന്നു ഗുപ്ത എംപയറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. പാടലിപുത്രയിലാണ് ഗുപ്ത എംപയറിന്റെ തലസ്ഥാനം എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില റൂളേഴ്സ് ഉണ്ട്. അതിലൊരാളാണെന്ന് സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. സമുദ്രഗുപ്ത എന്ന് പറയുന്നത് ഗുപ്ത വംശത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു. ആൻഡ് സമുദ്രഗുപ്തയാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമുദ്രഗുപ്തയാണ്. സമുദ്രഗുപ്തയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നെപ്പോളിയൻ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഈ ഗുപ്ത ഡൈനാസ്റ്റിയിലെ തന്നെ മറ്റൊരു റൂളർ ആയിരുന്നു ചന്ദ്രഗുപ്ത ടു എന്ന് പറയുന്നത്. ഗുപ്ത ഡൈനാസ്റ്റിയിലെ തന്നെ മറ്റൊരു റൂളർ ആയിരുന്നു ചന്ദ്രഗുപ്ത ടു എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത ടു ആണ് എന്ത് ചെയ്യുന്നത്, വിക്രമാദിത്യ എന്നുള്ള ടൈറ്റില് അഡോപ്റ്റ് ചെയ്യുന്നത്. ചന്ദ്രഗുപ്ത ടുവിനെയാണ് എന്ത് ചെയ്യുന്നത്, വിക്രമാദിത്യ എന്നറിയപ്പെടുന്നത്. വിക്രമാദിത്യ എന്നുള്ള പേര് സ്വീകരിക്കുന്ന രാജാവ്, റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത ടു ആണ്. ചന്ദ്രഗുപ്ത ടുവും ഗുപ്ത എംപയറിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Which metal coins of the Gupta period were known as Rupaka? ഗുപ്ത പീരീഡിൽ, ഗുപ്ത എംപയറിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഏത് കോയിൻസിനെയാണ് രൂപക എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അയൺ കോയിൻസ്, ഓപ്ഷൻ ബി സിൽവർ കോയിൻസ്, ഓപ്ഷൻ സി കോപ്പർ കോയിൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഡ് കോയിൻസ്. സോ രൂപക എന്നറിയപ്പെടുന്ന, ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്ന രൂപക എന്നറിയപ്പെടുന്ന കോയിൻസ് എന്ന് പറയുന്നത് സിൽവർ കോയിൻസ് ആണ്. വെള്ളി കൊണ്ട് നിർമ്മിച്ച കോയിൻസിനെയാണ് ഗുപ്ത പീരീഡിൽ എന്ത് ചെയ്യുന്നത്, രൂപക എന്നറിയപ്പെടുന്നത്. ആൻഡ് ഗുപ്ത പീരീഡിൽ ഗോൾഡ് കോയിൻസ് എന്ത് ചെയ്തിരുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ഗോൾഡ് കോയിൻസും ഗുപ്ത പീരീഡിൽ നിലവിലുണ്ടായിരുന്നു. ആൻഡ് ഈ ഗോൾഡ് കോയിൻസിനെ വിളിച്ചിരുന്ന പേര് ദിനാറാസ് എന്നാണ്. ദിനാറാസ് എന്നാണ് ഗോൾഡ് കോയിൻസ് ഗുപ്ത പീരീഡിൽ, ഗുപ്ത ടൈമിൽ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് സിൽവർ കോയിൻസ് വെള്ളി നാണയങ്ങളെ രൂപക എന്നുള്ള പേരിലും സ്വർണ്ണ നാണയങ്ങളെ ദിനാറാസ് എന്നുള്ള പേരിലുമാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഈ രണ്ട് കോയിൻസിനകത്തും, വെള്ളി നാണയങ്ങളിലും അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളിലും രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ ഇമേജ് ഡെപ്പിക്ട് ചെയ്തിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഹിന്ദു ദൈവങ്ങളുടെ പടങ്ങളും എന്ത് ചെയ്തിരുന്നു, ഈ കോയിൻസിൽ അവര് ആലേഖനം ചെയ്ത് വെച്ചിരുന്നു. അതായത് മഹാവിഷ്ണു, മഹാലക്ഷ്മി പോലെയുള്ള ഗോഡ്സിന്റെ, ഹിന്ദു ദൈവങ്ങളുടെ പടവും ഈ കോയിൻസിൽ എന്ത് ചെയ്തിരുന്നു, അവർ ആലേഖനം ചെയ്ത് വെച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The Gupta period saw the development of which important systems in mathematics? ഗുപ്ത പീരീഡിൽ, ഗുപ്ത ടൈമില്
മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിൽ ഡെവലപ്പ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റം, ഓപ്ഷൻ ബി കോമ്പിനേഷൻസ്, ഓപ്ഷൻ സി യൂക്ലീഡിയൻ ജോമെട്രി, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഗുപ്ത പീരീഡ് അല്ലെങ്കിൽ ഗുപ്ത എംപയറിന്റെ ടൈമിൽ ഗണിതശാസ്ത്രത്തിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റം ആണ്. ഡെസിമൽ ഉണ്ടല്ലോ നമ്മുടെ 0 പോയിന്റ്, ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഈ ഗുപ്ത പീരീഡിലാണ്. ആൻഡ് ഈ ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള 2 പേരാണ് ആര്യഭട്ടയും അതുപോലെ തന്നെ ബ്രഹ്മഗുപ്തയും. ആര്യഭട്ടയും ബ്രഹ്മഗുപ്തയാണ് ഈ ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത് മുഖ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള 2 പേരെന്ന് പറയുന്നത്. ആര്യഭട്ടയും അതുപോലെ തന്നെ ബ്രഹ്മഗുപ്തയാണ് ഡെസിമൽ നൊട്ടേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. Next question. The period between dash is known as the period of Delhi Sultanate. ഇതിൽ ഏതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം ഓർ പീരീഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1006 AD and 1326 AD. Option B 1106 AD and 1326 AD. Option C 1206 AD and 1526 AD. ഓപ്ഷൻ ഡി 1606 AD and 1826 AD. ഇതിൽ ഏതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം ഓർ ടൈം പീരീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1206 AD മുതൽ 1526 AD വരെയുള്ള ടൈം പീരീഡ് ആണ്. ഈ ഒരു ടൈം പീരീഡ് ആണ് എന്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ 1206 അല്ലെങ്കിൽ 1206 കുത്തബുദ്ദീൻ ഐബക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ കുത്തബുദ്ദീൻ ഐബക്ക് 1206 കുത്തബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു സ്ലേവ് ഡൈനാസ്റ്റി ഓർ മാംലൂക്ക് ഡൈനാസ്റ്റി ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1206 കുത്തബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു മാംലൂക്ക് ഓർ സ്ലേവ് ഡൈനാസ്റ്റി അടിമ വംശം അല്ലെങ്കിൽ മാംലൂക്ക് ഡൈനാസ്റ്റി കുത്തബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു 1206 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നത് 1526 AD 1526 AD ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് സംഭവിക്കുന്നു 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് സംഭവിക്കുന്നു. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഏറ്റുമുട്ടിയത് ബാബർ, മുഗൾ റൂളർ ആയിട്ടുള്ള ബാബറും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ ലോധി ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധിയാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ആദ്യത്തെ രാജവംശം എന്ന് പറയുന്നത് മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി ആണ്. അവസാനത്തെ രാജവംശം എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റി ആണ്. ഈ ലോധി ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് റൂളർ ആയിരുന്ന ഇബ്രാഹിം ലോധിയാണ് എന്ത് ചെയ്യുന്നത് ബാബറുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത് ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആൻഡ് ഈ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് എന്ത് ചെയ്യുന്നു അവിടെ അവസാനിക്കുന്നു. ആൻഡ് ഇവിടെ പുതിയൊരു എംപയർ എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് മുഗൾ എംപയർ. ബാബറിന്റെ വിജയത്തോടു കൂടി എന്ത് ചെയ്യുന്നു മുഗൾ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എംപയർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് എന്താണെന്ന് നോക്കാം. ഡൈനാസ്റ്റീസ് ചോദിക്കാറുണ്ട്. സോ ഡൽഹി സുൽത്താനേറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയാണ് ഏറ്റവും ആദ്യത്തെ ഡൈനാസ്റ്റി. കുത്തബുദ്ദീൻ ഐബക്കാണ് ഈ ഒരു ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ആ ഒരു കാലഘട്ടം ആരംഭിക്കുന്നത്. അതിനുശേഷം രണ്ടാമതായിട്ട് വരുന്ന ഡൈനാസ്റ്റിയാണ് എന്ത് ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി. ഈ ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം അടുത്തതായിട്ട് വരുന്ന ഡൈനാസ്റ്റിയാണ് എന്ത് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു തുഗ്ലക് ഡൈനാസ്റ്റി വരുന്നു. തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് വരുന്നതാണ് എന്ത് സയ്യിദ് ഡൈനാസ്റ്റി.
ആൻഡ് അവസാനമായിട്ട് ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ ഡൈനാസ്റ്റി ആണെന്ത് ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇത്രയും ഡൈനാസ്റ്റീസ് ആണ് ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നത്. ഈ 1206 മുതൽ 1526 വരെയുള്ള ടൈം പീരീഡിൽ ഇത്രയും ഡൈനാസ്റ്റീസ് ആണ് ഡൽഹി സുൽത്താനേറ്റിൽ നിലനിന്നിരുന്നത്. സ്റ്റാർട്ട് ചെയ്തത് മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി വെച്ചിട്ടാണ്. പിന്നീട് ഖിൽജി ഡൈനാസ്റ്റി വന്നു, തുഗ്ലക് ഡൈനാസ്റ്റി വന്നു, സയ്യിദ് ഡൈനാസ്റ്റി വന്നു ആൻഡ് ലോധി ഡൈനാസ്റ്റി വന്നു. ലോധി ഡൈനാസ്റ്റി ആണ് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who started the practice of സിജ്ദ in India? ഇന്ത്യയിൽ സിജ്ദ എന്നുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൽത്തുമിഷ്, ഓപ്ഷൻ ബി കുത്തബുദ്ദീൻ ഐബക്, ഓപ്ഷൻ സി ബാൽബൻ ആൻഡ് ഓപ്ഷൻ ഡി റസിയ സുൽത്താന. ഇവരിൽ ആരാണ് ഇന്ത്യയിൽ സിജ്ദ എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ പ്രാക്ടീസ് കീഴ്വഴക്കം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാൽബൻ ആണ്. ബാൽബൻ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സിജ്ദ എന്നുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സിജ്ദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവിനോടുള്ള റെസ്പെക്ട് ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, രാജാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, മുട്ടുകുത്തി അയാളുടെ നെറ്റി നിലത്ത് മുട്ടിക്കണം. അതിനെ പറയുന്ന പേരാണ് സിജ്ദ. സോ സിജ്ദ എന്ന് പറയുന്ന രാജാവിനോടുള്ള റെസ്പെക്ട് ബഹുമാനം കാണിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഈ ഒരു പ്രാക്ടീസ് പ്രകാരം ഒരാൾ രാജാവിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ രാജാവിനോടുള്ള ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ടുകുത്തിയിട്ട് എന്ത് ചെയ്യണം, അയാളുടെ നെറ്റി നിലത്ത് മുട്ടിക്കണം. ഇത് രാജാവിനോടുള്ള റെസ്പെക്ട് അല്ലെങ്കിൽ രാജാവിനോടുള്ള സബ്മിഷൻ, രാജാവിന് സ്വയം സമർപ്പിക്കുക എന്നതാണ് എന്ത് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത്. സോ സിജ്ദ എന്നുള്ള പ്രാക്ടീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്, ബാൽബൻ ആണ്. അതുപോലെ തന്നെ ബാൽബൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സിജ്ദയുടെ കൂടെ തന്നെ ബാൽബൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രാക്ടീസ് ആണെന്ത് പൈബോസ് എന്ന് പറയുന്നത്. പൈബോസ് സിജ്ദയുടെ കൂടെ തന്നെ ബാൽബൻ സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു കീഴ്വഴക്കമാണെന്ത് പൈബോസ് എന്ന് പറയുന്നത്. പൈബോസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ കാലിൽ എന്ത് ചെയ്യുക, മുത്തം കൊടുക്കുക. അതാണ് പൈബോസ് എന്ന് പറയുന്നത്. ഇതും രാജാവിനോടുള്ള റെസ്പെക്ട് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. രാജാവിന്റെ കാലിൽ എന്ത് ചെയ്യുക, മുത്തം കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പൈബോസ് കൊണ്ട് മീൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഈ ബാൽബൻ ഏത് ഡൈനാസ്റ്റിയിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംലൂക്ക് ഡൈനാസ്റ്റി. സോ ഡൽഹി സുൽത്താനേറ്റിലെ മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ബിലോങ് ചെയ്യുന്ന, സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റൂളറാണ് ആര്, ബാൽബൻ എന്ന് പറയുന്നത്. ബാൽബൻ ആണ് സിജ്ദ എന്നുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ പൈബോസ് എന്നുള്ള പ്രാക്ടീസും എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യുണീക് ടൈപ്പ് ഓഫ് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ and administrative system evolved during the Sultanate period was called dash. സുൽത്താനേറ്റ് പീരീഡിൽ, ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇക്താദാരി, ഓപ്ഷൻ ഡി പട്വാരി, ഓപ്ഷൻ സി മഹൽവാരി ആൻഡ് ഓപ്ഷൻ ഡി സമീന്ദാരി. ഇതിലേതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം എന്നാണ്, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്താദാരി സിസ്റ്റം ആണ്. ഇക്താദാരി സിസ്റ്റം ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്താദാരി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിന്റെ എംപയറിനെ അല്ലെങ്കിൽ ആ ഒരു എംപയറിനെ എന്ത് ചെയ്യും, പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ആ ഒരു പ്രദേശത്തെ, ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലുള്ള കൺട്രോളിലുള്ള ആ ഒരു പ്രദേശത്തിന് എന്ത് ചെയ്യും, പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പാർട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്താസ് എന്ന് പറയുന്നത്. ആ പാർട്സിനെ വിളിക്കുന്ന പേരാണ് ഇക്താസ് എന്ന് പറയുന്നത്. സോ ഓരോ ആൾക്കാർക്കും, അതായത് ഓരോ ആൾക്കാർക്കും അവർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ നോബിൾസിന് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീഷ്യൽസിന്, മിലിറ്ററിയിൽ ഹയർ പൊസിഷൻ വഹിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, ഈ ഇക്താസ് എന്ത് ചെയ്യും, ഗ്രാൻഡ് ചെയ്ത് അനുവദിച്ചു കൊടുക്കും. ഈ ഇക്താസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇക്താസ് എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞ് ഏരിയയിൽ നിന്നുള്ള ലാൻഡ് റവന്യൂ, ഭൂനികുതി കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, ഗവേൺ ചെയ്യുക, അതുപോലെ തന്നെ രാജാവിന് ആവശ്യമുള്ളപ്പോൾ മിലിറ്ററി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഇക്താദാസിന്റെ, ഈ ഇക്താസ് കൈവശം വെച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഇക്താദാസ്. ഈ ഇക്താദാസിന്റെ ഡ്യൂട്ടി ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, രാജാവിന് വേണ്ടിയിട്ട് ഭൂനികുതി കളക്ട് ചെയ്യേണ്ടത്, ആ ഒരു പ്രദേശത്തെ ഭരിക്കേണ്ടത്, അതുപോലെ തന്നെ രാജാവ് ആവശ്യപ്പെടുമ്പോൾ മിലിറ്ററി സർവീസസ്, പട്ടാളത്തിനെ ഒക്കെ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഇക്താദാസിന്റെ ഡ്യൂട്ടി ആയിരിക്കും. ഇതാണ് ഇക്താദാരി സിസ്റ്റം എന്ന് പറയുന്നത്.
ആ ഡൽഹി സുൽത്താനന്റെ കീഴിലുള്ള എംപയറിനെ എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പാർട്സിനെ വിളിക്കുന്ന പേരാണ് ഇക്ത. ഓരോ ഇക്തയും എന്ത് ചെയ്യും, ഓരോ ആൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. അവരെ വിളിക്കുന്ന പേരാണ് ഇക്താദാർ എന്ന് പറയുന്നത്. ഈ ഇക്താദാസിന്റെ ഡ്യൂട്ടിയാണ് ആ ഇക്തയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു പോർഷനിൽ നിന്നുള്ള ലാൻഡ് റവന്യൂ, ഭൂനികുതി കളക്ട് ചെയ്യുക, ആ ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, ആ ഒരു പ്രദേശത്ത് ഭരണം നടത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, രാജാവ് ആവശ്യപ്പെടുമ്പോൾ മിലിറ്ററി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which Sultan of Delhi started the construction of Qutub Minar for the first time? ഇതിലെ ഡൽഹി സുൽത്താനേറ്റിലെ ഏത് സുൽത്താനാണ് കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇതിലേത് ഡൽഹി സുൽത്താനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ ഏത് സുൽത്താനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാൽബൻ, ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ സി ഇൽത്തുമിഷ് ആൻഡ് ഓപ്ഷൻ ഡി കുത്തബുദ്ദീൻ ഐബക്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കുത്തബുദ്ദീൻ ഐബക് ആണ്. കുത്തബുദ്ദീൻ ഐബക് ആണ് എന്ത് ചെയ്യുന്നത്, കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുത്തബ് മിനാറിന്റെ പണി തുടങ്ങി വെക്കുന്നത് കുത്തബുദ്ദീൻ ഐബക് ആണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, കുത്തബ് മിനാറിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ മരുമകനാണെന്ത്, ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. സോ കുത്തബുദ്ദീൻ ഐബക് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മരുമകൻ, സൺ ഇൻ ലോ ആയിട്ടുള്ള ഇൽത്തുമിഷ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ കുത്തബുദ്ദീൻ ഐബക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്ക്, പള്ളികളുടെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തിരുന്നു, പള്ളികളും കൂടി കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്, കുവത്തുൽ ഇസ്ലാം മോസ്ക്. കുവത്തുൽ ഇസ്ലാം മോസ്ക് എന്നുള്ള ഈ ഒരു പള്ളി, കുവത്തുൽ ഇസ്ലാം മോസ്ക് എന്നുള്ള ഈ ഒരു പള്ളി കൺസ്ട്രക്ട് ചെയ്തതും ആര് തന്നെയാണ്, കുത്തബുദ്ദീൻ ഐബക് തന്നെയാണ്. അതുപോലെ തന്നെ അദായ് ദിൻക ജോംബ്ര, അദായ് ദിൻക ജോംബ്ര ഈ ഒരു പള്ളിയും കൺസ്ട്രക്ട് ചെയ്ത ആര് തന്നെയാണ്, കുത്തബുദ്ദീൻ ഐബക് തന്നെയാണ്. സോ കുത്തബുദ്ദീൻ ഐബക്കിന്റെ കൺസ്ട്രക്ഷൻസിൽ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് കുത്തബ് മിനാർ, കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ പണി തുടങ്ങി വെക്കുന്നത് കുത്തബുദ്ദീൻ ഐബക് ആണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്, ഇൽത്തുമിഷ് ആണ്. അത് കൂടാതെ കുത്തബുദ്ദീൻ ഐബക് കൺസ്ട്രക്ട് ചെയ്ത രണ്ട് പള്ളികളാണ് കുവത്തുൽ ഇസ്ലാം മോസ്കും അതുപോലെ തന്നെ അദായ് ദിൻക ജോംബ്ര എന്നുള്ള ഈ ഒരു പള്ളിയും. ഈ രണ്ട് പള്ളികളാണ് എന്ത് ചെയ്യുന്നത്, കുത്തബുദ്ദീൻ ഐബക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിന്റെയും കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദിശ അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സ് ഓപ്പൺ ആണ്, പെർച്ചേസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഓരോ സബ്ജക്ട്സിന്റെയും റിവിഷൻ വേണം, ചാപ്റ്റർ വൈസ് റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന 25 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ബേസ് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ കുറച്ച് വീക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്സിന്റെയും സെപ്പറേറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു RRB ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7012615062 7012615062 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following ruler built a city Siri for military deployment? മിലിറ്ററി ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സിറി എന്നുള്ള സിറ്റി, നഗരം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മുഹമ്മദ് തുഗ്ലക്, ഓപ്ഷൻ ബി ഗിയാസുദ്ദീൻ തുഗ്ലക്, ഓപ്ഷൻ സി അലാവുദ്ദീൻ ഖിൽജി ആൻഡ് ഓപ്ഷൻ ഡി കുത്തബുദ്ദീൻ ഐബക്. ഇവരിൽ ആരാണ് സിറി എന്നുള്ള ആ ഒരു നഗരം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്, സിറി എന്നുള്ള നഗരം സ്ഥാപിക്കുന്നത്. മിലിറ്ററി ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സിറി എന്നുള്ള നഗരം സ്ഥാപിക്കുന്നത്. കാരണം ഡൽഹി സുൽത്താനേറ്റിന് കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു. മംഗോൾ ഇൻവേഷൻസിന്റെ അല്ലെങ്കിൽ മംഗോൾ അധിനിവേശത്തിന്റെ കനത്ത ഭീഷണി ഡൽഹി സുൽത്താനേറ്റ് ഈ ഒരു ടൈമിൽ നേരിട്ടിരുന്നു. സോ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംസും അമ്യൂണിഷൻസും അതായത് വെടിക്കോപ്പുകളും മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മിലിറ്ററി സോൾജേഴ്സിനെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നത്, ഈ സിറി എന്നുള്ള നഗരം അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സിറി ആരാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മംഗോൾ ഇൻവേഷൻസിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിറി കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following was not a type of tax imposed by the state during the reign of Alauddin Khilji? അലാവുദ്ദീൻ ഖൽജി ഭരിച്ചിരുന്ന സമയത്ത് ഇതിലേത് ടാക്സ് ആണ് അലാവുദ്ദീൻ ഖൽജി ഇമ്പോസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖൽജിയുടെ ടൈം പീരീഡിൽ കാണാൻ സാധിക്കാത്ത ടാക്സ് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണാൻ സാധിക്കാത്ത ടാക്സ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടാക്സ് ഓൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ബി ടാക്സ് ഓൺ കൾട്ടിവേഷൻ, ഓപ്ഷൻ സി ടാക്സ് ഓൺ ഹൗസിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ടാക്സ് ഓൺ ക്യാറ്റിൽ. ഇതിലേതാണ് അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണ സമയത്ത് കാണാൻ സാധിക്കാത്ത ടാക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടാക്സ് ഓൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അതായത് ചെറുകിട വ്യവസായങ്ങളുടെ മുകളിൽ എന്ത് ചെയ്തിരുന്നില്ല, ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നില്ല. കൾട്ടിവേഷന്റെ മുകളിലുണ്ടായിരുന്നു, ഹൗസിംഗിന്റെ മുകളിലുണ്ടായിരുന്നു, ക്യാറ്റിലിന്റെ മുകളിലുണ്ടായിരുന്നു. എന്നാൽ ചെറുകിട വ്യവസായങ്ങളുടെ മുകളിൽ എന്ത് ചെയ്തിരുന്നില്ല, ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നില്ല. ഇനി കൾട്ടിവേഷന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ വിളിച്ചിരുന്ന പേര് ഖരാജ് എന്നാണ്. ഖരാജ് ആണ് കൾട്ടിവേഷന്റെ മുകളിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്ത ടാക്സിന്റെ പേരെന്ന് പറയുന്നത് ഖരാജ് എന്നുള്ള പേരാണ്. അതേസമയം ഹൗസിംഗിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് ഗാരിയാണ്. ഗാരി എന്നാണ് ഈ ഹൗസിംഗിന്റെ വീടുകളുടെ മുകളിൽ ഇമ്പോസ് ചെയ്ത വീട്ടുകാരത്തിനെ വിളിച്ചിരുന്ന പേര് ഗാരി എന്നാണ്. അതേപോലെ തന്നെ ക്യാറ്റിൽ കന്നുകാലികളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചുമത്തിയിരുന്ന നികുതിയെ വിളിച്ചിരുന്ന പേര് ചാരി എന്നാണ്. സോ ഖരാജ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൾട്ടിവേഷന്റെ മുകളിൽ, ഹൗസിംഗിന്റെ മുകളിൽ ഗാരി, അതുപോലെ തന്നെ ക്യാറ്റിൽ കന്നുകാലികളുടെ മുകളിൽ ചാരി. ഇതൊക്കെയായിരുന്നു അലാവുദ്ദീൻ ഖൽജിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ജസിയ എന്നുള്ളൊരു ടാക്സ് എന്ത് ചെയ്യുന്നു, ഈ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ജസിയ എന്ന് പറയുന്നത് നോൺ മുസ്ലിംസിന്റെ മുകളിൽ, അമുസ്ലിമുകളുടെ മുകളിൽ ചുമത്തിയിരുന്ന നികുതിയാണെന്ത് ജസിയ എന്ന് പറയുന്നത്. മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ മുകളിലായിരുന്നു ജസിയ എന്നുള്ള ടാക്സ് എന്ത് ചെയ്തിരുന്നത്, ഇമ്പോസ് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് അലാവുദ്ദീൻ ഖൽജിയുടെ ടൈമിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ ഡോം ഫീച്ചർ ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ was introduced by which dynasty of Delhi Sultanate? ഡൽഹി സുൽത്താനേറ്റിലെ ഏത് ഡൈനാസ്റ്റിയാണ്, ഏത് രാജവംശമാണ് ഈ ഡബിൾ ഡോം എന്നുള്ള ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷന്റെ ആ ഒരു സ്റ്റൈല് കൊണ്ടുവന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ലേവ് ഡൈനാസ്റ്റി, ഓപ്ഷൻ ബി ഖിൽജി ഡൈനാസ്റ്റി, ഓപ്ഷൻ സി തുഗ്ലക് ഡൈനാസ്റ്റി ആൻഡ് ഓപ്ഷൻ ഡി ലോധി ഡൈനാസ്റ്റി. ഇതിൽ ഏത് ഡൈനാസ്റ്റിയാണ് ഈ ഡബിൾ ഡോം എന്നുള്ള ഫീച്ചർ, കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണത്തിൽ ഈ ഡബിൾ ഡോം എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ ഏത് ഡൈനാസ്റ്റിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റിയാണ്. ലോധി ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡബിൾ ഡോം എന്നുള്ള ഫീച്ചർ എന്ത് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡബിൾ ഡോം എന്നുള്ള ഫീച്ചർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സിക്കന്ദർ ലോധിയുടെ ശവകുടീരത്തിന്റെ മുകളിലാണ്. ടോംബ് ഓഫ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയുടെ ശവകുടീരത്തിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡബിൾ ഡോം എന്നുള്ള ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നത് പരീക്ഷിക്കുന്നത്. ഇനി ഡബിൾ ഡോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഡോമുകൾ കാണും. ഫോർ എക്സാമ്പിൾ അതായത് ഒരു കെട്ടിടത്തിന് ഇങ്ങനെയുള്ള 2 മേൽക്കൂരകൾ കാണാനായിട്ട് സാധിക്കും. സോ ഒരു കെട്ടിടത്തിന് ഇങ്ങനെയുള്ള 2 മേൽക്കൂരകൾ കാണാനായിട്ട് സാധിക്കും. ഡബിൾ ഡോം, ഇത് ഒരു ഫസ്റ്റ് ഡോം, ഇത് സെക്കൻഡ് ഡോം. ഇങ്ങനെയുള്ള 2 മേൽക്കൂരകൾ അല്ലെങ്കിൽ 2 ഡോമുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പുറത്തെ ഡോം എന്ന് പറയുന്നത് എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ആ ബിൽഡിങ്ങിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മുകളിലുള്ള ഡോം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും എന്ത് കൂടുതൽ സൈസ് ഉള്ള ഡോം എന്ന് പറയുന്നത്. വലിയ സൈസിലുള്ള ഈ ഡോം, ഔട്ടർ ഡോം എന്ന് പറയുന്നത് ഭംഗി, ആ ഒരു ബിൽഡിങ്ങിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. അതേസമയം അകത്തുള്ള കുഞ്ഞു ഡോം എന്ന് പറയുന്നത് എന്താണ്, നോർമലി ആ ഒരു മുറിക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ ആ മുറിക്ക് അനുസരിച്ചുള്ള ഒരു സീലിംഗ് പോലെ ആക്ട് ചെയ്യാനായിട്ടാണ് ഈ താഴത്തെ ഡോം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. സോ മെയിൻലി ഇത് ചെയ്യുന്നത് വഴി പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി തോന്നും, വലിയ വലിപ്പം തോന്നും. അതേസമയം അകത്തെത്തി കഴിയുമ്പോൾ എന്താണ്, നോർമലി ആ ഒരു മുറിക്ക് എത്രയാണോ ഹൈറ്റ് ഉള്ളത് അതിനനുസരിച്ചുള്ള മേൽക്കൂര ആയിരിക്കും എന്ത് ഈ ഒരു സെക്കൻഡ് ഡോം എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ഡോം സ്ട്രക്ചർ. ഈ ഒരു ഡബിൾ ഡോം സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോധി ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിലാണ്. Next question. Who was a ruler of Vijayanagara dynasty who ruled in the 16th century?
16ാമത്തെ നൂറ്റാണ്ടിൽ വിജയനഗര ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്ന റൂളറിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പുലികേശൻ ടു, ഓപ്ഷൻ ബി രാജരാജ ചോള, ഓപ്ഷൻ സി ആദിശങ്കര, ഓപ്ഷൻ ഡി കൃഷ്ണദേവരായ. ഇവരിൽ ആരാണ് 16ാം നൂറ്റാണ്ടിൽ വിജയനഗര ഡൈനാസ്റ്റിയിൽ റൂൾ ചെയ്തിരുന്ന രാജാവ്, റൂളർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണദേവരായയാണ്. കൃഷ്ണദേവരായയാണ് 16ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുന്നത്, വിജയനഗര ഡൈനാസ്റ്റി റൂൾ ചെയ്തുകൊണ്ടിരുന്ന റൂളർ എന്ന് പറയുന്നത്. ആൻഡ് കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ഈ വിജയനഗര ഡൈനാസ്റ്റിയിലെ തുലുവ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ടിരുന്ന രാജാവായിരുന്നു. തുലുവ ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനേറ്റിൽ ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ വിജയനഗര എംപയറിലും ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയനഗര എംപയറിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി, ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് എന്ത്, സംഗമ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. വിജയനഗര എംപയറിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സംഗമ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് എന്ത്, സലുവ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് സലുവ ഡൈനാസ്റ്റി. സലുവ ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് എന്ത്, തുലുവ ഡൈനാസ്റ്റി. ഈ തുലുവ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ട ആളാണെന്ത്, കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ആൻഡ് തുലുവ ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണെന്ത്, അരവിദു ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അരവിദു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് തുലുവ ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ്. വിജയനഗര എംപയർ, വിജയനഗര സാമ്രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഈ 4 ഡൈനാസ്റ്റീസ്, 4 രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. സംഗമ, സലുവ, തുലുവ, അരവിദു. ഇതിൽ തുലുവ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ട രാജാവാണെന്ത്, കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വിജയനഗര എംപയറിലെ അവസാനത്തെ ഡൈനാസ്റ്റിയാണെന്ത്, അരവിദു ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സംഗമ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആരാണ് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹര ആൻഡ് ബുക്കയാണ്. ഹരിഹരയും ബുക്കയും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ആൻഡ് ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്നത് സംഗമ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരാണ്. ഹരിഹരയും ബുക്കയും ചേർന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ആൻഡ് അരവിദു ഡൈനാസ്റ്റി ആണെന്ത്, ഈ വിജയനഗര എംപയറിലെ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് വിജയനഗര എംപയർ അവസാനിക്കുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷമാണ്. ബാറ്റിൽ ഓഫ് തളിക്കോട്ട എന്നുള്ള ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വിജയനഗര എംപയർ അസ്തമിക്കുന്നത്, അല്ലെങ്കിൽ വിജയനഗര എംപയർ അവസാനിക്കുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following Portuguese travelers visited the Vijayanagar Empire during the reign of കൃഷ്ണദേവരായ? കൃഷ്ണദേവരായയുടെ ടൈമിൽ ഇതിലേത് പോർച്ചുഗീസ് യാത്രികനാണ് വിജയനഗര എംപയർ വിസിറ്റ് ചെയ്തത്, സന്ദർശിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൊമിംഗോ പയസ്, ഓപ്ഷൻ ബി നിക്കോളോ ഡി കോണ്ടി, ഓപ്ഷൻ സി ലുഡോവിക്കോ ആൻഡ് ഓപ്ഷൻ ഡി അത്തനേഷ്യസ് നിക്കിറ്റിൻ. ഇവരിൽ ആരാണ് കൃഷ്ണദേവരായയുടെ ടൈം പീരീഡിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പോർച്ചുഗീസ് യാത്രികൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡൊമിംഗോ പയസ് ആണ്. ഡൊമിംഗോ പയസ് ആണ് വിജയനഗര എംപയർ, കൃഷ്ണദേവരായ റൂൾ ചെയ്തിരുന്ന സമയത്ത് വിജയനഗര എംപയർ എന്ത് ചെയ്യുന്നത്, സന്ദർശിക്കുന്നത്. ആൻഡ് ഡൊമിംഗോ പയസ് എന്ന് പറയുന്നതാണ് ഒരു പോർച്ചുഗീസ് ട്രാവലർ ആണ്, ഒരു പോർച്ചുഗീസ് യാത്രികനാണെന്ത് ഈ ഒരു ഡൊമിംഗോ പയസ് എന്ന് പറയുന്നത്. Next question, Article 36 to 51 are listed under which of the following headings of the Indian Constitution? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിന്റെ ടൈറ്റിൽ, തലക്കെട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ബി മുനിസിപ്പാലിറ്റീസ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഓപ്ഷൻ ഡി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെന്ന് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എത്രാമത്തെ പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4, 4ാമത്തെ ഭാഗത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്. ഇനി ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP നമ്മൾ ഏത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, മറ്റേത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഈ ഒരു സാധനം എന്ത് ചെയ്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ത് ചെയ്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. Next question, the 97th Constitutional Amendment Act which recognized cooperative societies
as a part of the DPSP amended which of the following articles of the Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ 97ാമത്തെ ഭരണഘടനാ ഭേദഗതി 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ DPSPയിൽ ഇൻക്ലൂഡ് ചെയ്തു. അത് കൂടാതെ മറ്റേതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഈ ഒരു 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ചേഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, Articles 39 and 243. Option B, Articles 19 and 243. Option C, Articles 21 and 243. Option D, Articles 19 and 39. So correct answer എന്ന് പറയുന്നത് Article 19 and 243 ആണ്. 97ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ഓർ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള DPSP എന്ത് ചെയ്തു? പാർട്ട് 4-നകത്ത് ആഡ് ചെയ്തു. അത് കൂടാതെ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19(1)(c) ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് C ആർട്ടിക്കിൾ 19(1)(c) എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുക എന്നുള്ളത് ഒരു മൗലിക അവകാശമാണെന്ന് എന്ത് ചെയ്തു? എഴുതി വെച്ചു. 97ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 19ാമത്തെ ആർട്ടിക്കിൾ എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സ്ഥാപനങ്ങൾ ഫോം ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുള്ള കാര്യം എഴുതി വെച്ചു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 എന്ത് ചെയ്തു? കുറച്ച് ചേഞ്ചസ് വരുത്തി. ആർട്ടിക്കിൾ 243 ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഈ സഹകരണ സംഘങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് എന്ത് ചെയ്തത്? ഈ ആർട്ടിക്കിൾ 243 എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Article 37 of the Indian Constitution, the provisions contained in the directive principles of state policy are. ആർട്ടിക്കിൾ 37 പ്രകാരം DPSPയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ആർക്കാണ് ബാധകമായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A, only applicable to the union government. Option B, mandatory for the citizens. Option C, non-enforceable by any court. Option D, enforceable by any court. സോ ആർട്ടിക്കിൾ 37 DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആർട്ടിക്കിൾ 37 എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 37 എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DPSP പാർട്ട് 4-ൽ 36 മുതൽ 51 വരെ കുറെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നും തന്നെ എന്തല്ല മാൻഡേറ്ററി അല്ല, അല്ലെങ്കിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല, കോർട്ടിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് സിറ്റിസൺസിന് ജനങ്ങൾക്ക് നേടിത്തരാനായിട്ട് സാധിക്കില്ല. നോൺ എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട് എന്നാണ് ആർട്ടിക്കിൾ 37 പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന DPSPs നടത്തണം എന്ന് സ്റ്റേറ്റിനോട് ഉത്തരവിടാനായിട്ട് സാധിക്കില്ല. നോൺ എൻഫോഴ്സിബിൾ ആണ്, കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 37 എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To prohibit the slaughter of cows is a directive principle mentioned in dash of the constitution, dash of the Indian constitution. ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് കൗസിനെ സ്ലോട്ടർ ചെയ്യുക, അതായത് ഗോവധ നിരോധനത്തിനെ കുറിച്ചുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 49, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 43, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 48 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 42. ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് ഗോവധ നിരോധനത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 48 ആണ്. ആർട്ടിക്കിൾ 48-ലാണ് എന്തിരിക്കുന്നത്, ഗോവധ നിരോധനത്തിനെ കുറിച്ച് എന്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. കൗസിനെ സ്ലോട്ടർ ചെയ്യാൻ പാടില്ല, കൗസിനെ, കാറ്റിൽസിനെ, കന്നുകാലികളെയോ അല്ലെങ്കിൽ പാല് തരുന്ന മൃഗങ്ങളെയോ അല്ലെങ്കിൽ ഭാരം വലിക്കുന്ന മൃഗങ്ങളെയോ എന്ത് ചെയ്യാൻ പാടില്ല, സ്ലോട്ടർ ചെയ്യാൻ, അറുക്കാനായിട്ട്, കശാപ്പ് ചെയ്യാനായിട്ട് പാടില്ലെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 48 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which article of the Indian Constitution provides for the promotion of international peace and security as a directive principle? ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, രാജ്യാന്തരമായിട്ട് എന്ത് ചെയ്യുക, സമാധാനം അതുപോലെ തന്നെ സെക്യൂരിറ്റി, സംരക്ഷണം, കാത്തുരക്ഷിക്കണം എന്നുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 48, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 41, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 44. ഇതിലേത് ആർട്ടിക്കിളിലാണ് DPSPയിലുള്ള ഇതിലേത് ആർട്ടിക്കിളിലാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, രാജ്യാന്തര സമാധാനവും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും കാത്തു രക്ഷിക്കേണ്ടത് എന്നുള്ള അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51 ആണ്. 51ാമത്തെ ആർട്ടിക്കിളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 51ാമത്തെ ആർട്ടിക്കിളിലാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യണം എന്ന് എന്തിയിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിക്കിൾ 44ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള DPSP ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന DPSP അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 44 ആണ്. ആർട്ടിക്കിൾ 44 ആണ് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന DPSP ഓർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 45 concerning child education was modified by which of the following constitutional amendment acts? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് DPSPയിലുള്ള ആർട്ടിക്കിൾ 45 ചേഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 44th അമെൻമെന്റ്, ഓപ്ഷൻ ബി 73rd അമെൻമെന്റ്, ഓപ്ഷൻ സി 86th അമെൻമെന്റ്, ഓപ്ഷൻ ഡി 42nd അമെൻമെന്റ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002, 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 45 DPSPയിലുള്ള ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തത് ചേഞ്ച് ചെയ്തത്. ഇനി ഈ ഒരു അമെൻമെന്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആർട്ടിക്കിൾ 21A മൗലിക അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 21A 21A എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 21A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത് ഈ ഒരു 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പുതിയൊരു ആർട്ടിക്കിൾ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ത് ചെയ്തു? ആഡ് ചെയ്യുന്നതും ഈ ഒരു അമെൻമെന്റ് പ്രകാരമാണ്. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി, 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലേക്ക് ആഡ് ചെയ്യുന്നതും ഈ ഒരു അമെൻമെന്റ് ആക്ട് പ്രകാരം, ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി ആർട്ടിക്കിൾ 45നകത്ത് എന്ത് ചേഞ്ച് ആണ് വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വയസ്സ് വരെയുള്ള ആർട്ടിക്കിൾ 45നകത്ത് ഈ ഒരു അമെൻമെന്റിന് ശേഷം, ഈ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയർ സംരക്ഷണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 45നകത്ത് എന്തിരിക്കുന്നത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fundamental duties in the Indian constitution have been inspired by which of the following countries constitution? ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ആ ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി അയർലൻഡ്, ഓപ്ഷൻ ഡി ഏർസ്റ്റ്വൈൽ USSR. ഇതിൽ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള പ്രൊവിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏർസ്റ്റ്വൈൽ USSR, അതായത് റഷ്യയിൽ നിന്നാണ് നമ്മൾ എന്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ പ്രൊവിഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ പ്രൊവിഷൻ എന്തിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ചില റൈറ്റ്സ് തരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ പോലെയുള്ള ചില റൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റൈറ്റ്സ് തരുന്നതിന് പകരമായിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോട് പുലർത്തേണ്ട ചില കടമകളുണ്ട്. ആ കടമകളെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4A. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A എന്നുള്ള പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ലായിരുന്നു. ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി
ഭേദഗതി പ്രകാരമാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ആഡ് ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per Article 51A clause D of the Constitution of India, the state shall not deny to any person equality before the law or equal protection of laws within the territory of India. B. Untouchability is abolished and its practice in any form is forbidden. C. Every adult is entitled to be registered as a voter at an election. D. Citizen of the country must defend the country and render national service when called upon to do so. ആർട്ടിക്കിൾ 51A ക്ലോസ് ഡി എന്നുള്ള ഈ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 51A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്, ഭാഗം ഏതാണ്, പാർട്ട് 4A. ഈ പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അതാണെന്ത്, ആർട്ടിക്കിൾ 51A. ഒരൊറ്റ ആർട്ടിക്കിൾ മാത്രമേ ഈ പാർട്ട് 4A അതാണ് ആർട്ടിക്കിൾ 51A. ഈ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞ ഒരൊറ്റ ആർട്ടിക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇതേപോലെ 51A 51 ക്യാപിറ്റൽ എ സബ് ക്ലോസ് എ, അതുപോലെ തന്നെ ബി സി ഡി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 51A ക്ലോസ് എ, ആർട്ടിക്കിൾ 51A ക്ലോസ് ബി, ആർട്ടിക്കിൾ 51A ക്ലോസ് സി, ആർട്ടിക്കിൾ 51A ക്ലോസ് ഡി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾ 51A ക്ലോസ് ഡി എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51A ക്ലോസ് ഡി എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പൗരന്മാർ നമ്മുടെ രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം, രാജ്യത്തിന് വേണ്ടിയിട്ട് നാഷണൽ സർവീസ് ഓഫർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി എന്ത് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യണം. സോ നമ്മുടെ കൺട്രിക്ക് എപ്പോഴെങ്കിലും അവർ ആവശ്യം വന്ന് ഗവൺമെന്റ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നാഷണൽ സർവീസിൽ അല്ലെങ്കിൽ കൺട്രിയെ ഡിഫെൻഡ് ചെയ്യണം. അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് പാകമാകാതെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കും, ഗവൺമെന്റിന് വിളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് രാജ്യത്തിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 51A ക്ലോസ് ഡി എന്ന് പറയുന്നത്. Next question. Which of the following fundamental duties instructs a parent to provide opportunities of education to their child between the age of 6 and 14 years? 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ പേരൻസ് ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി, 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് എന്ത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ആൻഡ് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following commissions or committees identified the existence of legal provisions for implementation of some of the fundamental duties? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നടപ്പിലാക്കാനായിട്ട് ഓൾറെഡി ഇന്ത്യയിൽ നിയമങ്ങൾ നിലവിലുണ്ട് എന്ന് കണ്ടെത്തിയത് ഇതിൽ ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വസന്തറാവു നായിക് കമ്മിറ്റി, ഓപ്ഷൻ ബി സർക്കറിയ കമ്മീഷൻ, ഓപ്ഷൻ സി രാജമന്നാർ കമ്മീഷൻ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഇതിൽ ഏത് കമ്മിറ്റിയാണ്
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ്. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി 1998 ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, ലീഗൽ പ്രൊവിഷൻസ്, നിയമങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയ കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ്. ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഇലക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, first one, the elected members of both the houses of the parliament, that is Lok Sabha and Raj Sabha. Lok Sabhയിലെയും രാജ് സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്. സെക്കൻഡ് വൺ, ദി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമസഭകളിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ്. സോ ഓപ്ഷൻ എ ബോത്ത് 1 and 2, ഓപ്ഷൻ ബി only 1, ഓപ്ഷൻ സി only 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഇവരിൽ ആരൊക്കെയാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രൽ കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. അതായത് ലോക്സഭയിലെയും പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ആ ഒരു ഇലക്ട്രൽ കോളേജിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 28 സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, 28 സ്റ്റേറ്റുകളുണ്ട്. ഈ 28 സ്റ്റേറ്റുകളിലെ നിയമസഭകൾ, സംസ്ഥാന നിയമസഭകളിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സും ഈ ഒരു ഇലക്ട്രൽ കോളേജിനകത്ത് എന്താണ്, മെമ്പേഴ്സ് ആണ്. ഇനി നമ്മുടെ രാജ്യത്ത് 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ 8 യൂണിയൻ ടെറിട്ടറീസിൽ എന്തുണ്ട്, 3 യൂട്ടീസിന് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഡൽഹിക്കും പുതുച്ചേരിക്കും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ട്, നിയമസഭകളുണ്ട്. 3 യൂട്ടീസ്, ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസിലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 എണ്ണത്തിന്, ഡൽഹിക്കും പുതുച്ചേരിക്കും ജമ്മു ആൻഡ് കാശ്മീരിനും എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അല്ലെങ്കിൽ നിയമസഭകളുണ്ട്. ഈ നിയമസഭകളിൽ നിന്നുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ഇലക്ടഡ് മെമ്പേഴ്സും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇലക്ട്രൽ കോളേജിൽ എന്തായിരിക്കും, അംഗങ്ങളായിരിക്കും. സോ ഇവർ 3 പേരും കൂടെ ചേരുന്നതാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following conditions is not required by a candidate to become the president of India? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ ആവശ്യമില്ലാത്ത കണ്ടീഷൻ ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 years, ഓപ്ഷൻ സി ഷുഡ് ഹാവ് 10 years of experience in the parliament, ഓപ്ഷൻ ഡി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. സോ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലാത്തത് എന്താണ്, പ്രസിഡന്റ് ആകാനുള്ള കണ്ടീഷൻ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സി ആണ്. ഷുഡ് ഹാവ് 10 years of experience in the parliament. പാർലമെന്റിൽ 10 വർഷത്തെ പരിചയമൊന്നും ആവശ്യമില്ല പ്രസിഡന്റ് ആകാനായിട്ട്. എന്തൊക്കെയാണ് പ്രസിഡന്റ് ആകാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് ആകണമെങ്കിൽ അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ അയാൾ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 35 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് ആകാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കീഴിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ആൻഡ് അതുമൂലം ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഫൈനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫീസിനെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനെ പറയുന്ന പേരാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അങ്ങനെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല, പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആള് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആകണമെങ്കിൽ, ഇന്ത്യൻ പ്രസിഡന്റ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്സഭയിലെ മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെടാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമോ ആ ക്വാളിഫിക്കേഷനും കൂടി ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം ലോക്സഭയിലെ മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെടാൻ, തെരഞ്ഞെടുക്കപ്പെടാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ ആ കണ്ടീഷൻസ് കൂടി എന്ത് ചെയ്തിരിക്കണം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് പോസ്റ്റിലേക്ക് മത്സരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following articles of the Indian Constitution deals with the
ടെന്യൂർ ഓഫ് ദി പ്രസിഡന്റ്. ഇതിൽ ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 54, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 55, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 53, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 56. ഇതിൽ ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 56 ആണ്. ആർട്ടിക്കിൾ 56 ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിന്റെ കാലാവധി ഓർ ടെന്യൂറിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 56 പറയുന്ന അനുസരിച്ച് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 വർഷമായിരിക്കും. എന്നാണോ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം ഏൽക്കുന്നത് ആ ദിവസം മുതൽ അടുത്ത 5 വർഷത്തേക്കായിരിക്കും പ്രസിഡന്റിന്റെ കാലാവധി എന്നാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 56 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which article of the Indian Constitution provides for the process of impeachment of the president? പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പ്രസിഡന്റിനെ പുറത്താക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. സോ പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 59, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 61, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 42, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 48. ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 ആണ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. റിമൈനിങ് ക്വസ്റ്റ്യൻസ് സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്